ഞാൻ വിചാരിച്ചു ശങ്കരാടിക്ക് ശേഷം മലയാള സിനിമയിൽ ആരുണ്ട് എന്ന് ആലോചിച്ചപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം ഓരോ ദിവസം വരുമ്പോഴും നമുക്ക് മറ്റേ കുമാരപിള്ള സിൻഡ്രോം തോന്നും. പക്ഷെ ഇപ്പൊ അദ്ദേഹം അത് അന്വർത്ഥമാക്കുക. അദ്ദേഹം നല്ല നടനും കൂടിയാണ്. ഇത്ര ഗംഭീരമായിട്ട് അത് കാണിച്ചത്. ഇപ്പൊ അത് പഴയ ആരോഗ്യമന്ത്രിയെ കൊണ്ട് അവർ യൂട്യൂബ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ നിന്നൊക്കെയോ വിളിച്ച് ആരാണ്ടൊക്കെ അഭിനന്ദിക്കുന്നു എന്നും പറഞ്ഞിട്ട്. മുഖ്യമന്ത്രിയുടെ റൊട്ടിക്കഥ പറഞ്ഞ് അവർ സങ്കടപ്പെടുത്തുന്നു. അടുത്ത ദിവസം നെയ്മീൻ കഥ പുറത്തു വരുന്നു. പിന്നെ മറ്റേ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരോ സെൽഫി എടുക്കാൻ ചോദിച്ചപ്പോൾ അത് സെൽഫി അല്ല മറ്റെന്തോ ആണെന്ന് അവർ പറയാം. അപ്പൊ ഇങ്ങനെ വ്യാജമായിട്ട് പടച്ചു വെക്കുന്ന ഒരു ബിംബവൽക്കരണം അത് കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ജനങ്ങളുടെ യാഥാർത്ഥ്യബോധം ജനങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്താലും, കുറച്ചു കാലം മുമ്പ് 2 കോടി എങ്ങാണ്ട് ചെലവഴിച്ചല്ലേ മുഹമ്മദ് റിയാസ് ഡ്രോൺ ഷൂട്ട് ചെയ്തത്. ഹൈവേ കൂടെ രാവിലെ പ്രഭാത നടത്തി ഞാനും അമ്മായച്ചനും കൂടി നിരന്തരം നിരീക്ഷണം നടത്തി എല്ലാ ആഴ്ചയിലും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അവലോകന യോഗം നടത്തി പണിതാണ് ഹൈവേ എന്ന്. ഒരു മഴ വന്നപ്പോ ഇതെല്ലാം 150-ലധികം സ്ഥലത്ത് പൊട്ടിയൊലിച്ചു പോയപ്പോ അമ്മാച്ചനും ഇല്ല, മരുമോനും ഇല്ല, ആരും ഇല്ല, എല്ലാം പോയല്ലോ. അപ്പൊ എല്ലാ PR-ഉം പരാജയപ്പെടുകയാണ്. എല്ലാ PR-ഉം ഇനി ഇവര് യഥാർത്ഥത്തിൽ ചെയ്തതാണെങ്കിൽ പോലും നാട്ടുകാർ വിശ്വസിക്കാത്ത അവസ്ഥ.